നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വ്യാപ്തി എവിടെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇതിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്നാണ് പറയാം. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും. അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊന്ന് ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് മറ്റൊരു സ്കോപ്പാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ വന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിങ് ബാലൻസ് ഷീറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യും, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും, അതിനെ കൺക്ലൂഷനിലെത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഈ ഇൻഫർമേഷൻസ് ആ യൂസേഴ്സിന് റിപ്പോർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നത് സെഗ്മെൻറ്റ് റിപ്പോർട്ടാണ്. ഓരോ സെഗ്മെൻറ്റും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ കൈമാറുന്നു, അതിനെ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത് പൊതുവായിട്ടുള്ള തത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആ പൊതുവായിട്ടുള്ള തത്വങ്ങളെ നമ്മൾ ഗ്യാപ്പ് എന്ന് പറയും. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗ്യാപ്പ് എന്നാണ് ഇത് പറയുക. പൊതുവായിട്ടുള്ള തത്വങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ്. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത് പൊതുവായിട്ടുള്ള യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബുക്ക് കീപ്പിംഗ്. Book keeping is the recording of business transaction in a systematic manner. It is an important part of financial accounting. Accounting process start with ബുക്ക് കീപ്പിംഗ്. ഫസ്റ്റ് തുടങ്ങുന്നത് റെക്കോർഡിംഗ് ആണ്. ആ റെക്കോർഡിങ്ങിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും പിന്നെ വരുന്നത് ബാലൻസ് ഷീറ്റുമാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ടു നോ ദ റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? റിസൾട്ട്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റും, ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാവും. പിന്നെ വരുന്ന അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ ടു അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ബിസിനസ്. ഇറ്റ് ഈസ് ഡൺ ടു ഡ്രോ കൺക്ലൂഷൻസ്. നമുക്ക് അനാലിസിസ് ഇൻ്റർപ്രിട്ടേഷൻസിനും ചെയ്യാൻ പറ്റുന്നു. അതും ഇതിൻ്റെ ഒരു സ്കോപ്പാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മെയിൻലി എയിം ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ആർ യൂസ്ഫുൾ ടു ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സിനും ഫിനാൻഷ്യൽ റിപ്പോർട്ട് കൈമാറും. ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ ഡിസിഷൻ ആർ ടേക്കൺ ബൈ ദ അതോറിറ്റി. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. സെഗ്മെൻറ്റ് റിപ്പോർട്ടാണ്. സെഗ്മെൻറ്റ് റിപ്പോർട്ട് ഇറ്റ് ഈസ് ഫോർ റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ഡിഫറെൻറ്റ് ബിസിനസ് സെഗ്മെൻറ്റ്. Ensure the reporting of all relevant fact and information about different section or segment of the business. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അടുത്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഈ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പുതുതായിട്ടുള്ള തത്വങ്ങളനുസരിച്ചാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് to prepare various book of account. These are known as generally accepted accounting principles. പൊതുവായിട്ടുള്ള പ്രിൻസിപ്പിൾ, പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെയാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അടുത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ടു ബ്രിങ് യൂണിഫോമിറ്റി,
അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒരു പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇത്രയാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.